ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റും സ്പോഞ്ചിയുമായിട്ടുള്ള കപ്പ് കേക്ക് തയ്യാറാക്കിയെടുക്കാം. ശരിക്കും വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന രീതിയിൽ അത്രയും സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കപ്പ് കേക്കാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കപ്പ് കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ 135 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 150 ഗ്രാം പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മൈദയുടെ കൂട്ടിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ 150 ഗ്രാം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്തിട്ട് 3 വട്ടം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ മൈദയുടെ കൂട്ട് ടേബിൾ സ്പൂൺ കണക്കാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 10 ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ. 10 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 150 ഗ്രാം ആവും. ഇപ്പോൾ മൈദയുടെ കൂട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു 30 സെക്കൻഡോളം ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 150 ഗ്രാം പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ മിൽക്ക് എസൻസും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ മുട്ടയുടെ കൂട്ട് വീണ്ടും ഒരു 3 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വരും. ഇങ്ങനെ വിട്ട് വീഴുന്ന ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിലാവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട നല്ല തിക്കായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനായിട്ട് 60 ml പാലും 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ പാലിൻ്റെയും ബട്ടറിൻ്റെയും മിക്സ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് മുട്ടയുടെ കൂട്ടിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ മുട്ടയുടെ കൂട്ടിലേക്ക് മൈദയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ബലൂൺ വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പാറ്റില വെച്ചിട്ട് സാവധാനം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മുട്ടയുടെ പതയൊക്കെ അടങ്ങിയിട്ട് നമ്മുടെ കേക്ക് കട്ടിയായിട്ട് പോവും. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് പാലിൻ്റെയും ബട്ടറിൻ്റെയും മിക്സും കൂടി ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഈ പാലിൻ്റെയും ബട്ടറിൻ്റെയും മിക്സ് ബാറ്ററിലേക്ക് പെട്ടെന്നൊന്ന് മിക്സാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബാറ്ററിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ മിക്സായിട്ട് വന്നോളും. ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാറ്ററി ഒരുപാട് നേരം ഫോൾഡ് ചെയ്തെടുക്കേണ്ട ആവശ്യം വരില്ല, പെട്ടെന്ന് തന്നെ മിക്സായിട്ട് വന്നോളും. അപ്പോൾ കേക്ക് കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ സാധാരണ കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓയിലിന് പകരമായിട്ട് നിങ്ങൾ ബട്ടർ ഇതുപോലെ മെൽറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കേക്കിന് കുറച്ചും കൂടി സോഫ്റ്റ്നെസ്സും ടേസ്റ്റൊക്കെ കൂടും. ഇപ്പോൾ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കപ്പ് കേക്കിൻ്റെ ട്രേയിലേക്ക് ഇതുപോലത്തെ കപ്പ് കേക്കിൻ്റെ മോൾഡ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലത്തെ കപ്പ് കേക്കിൻ്റെ മോൾഡാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രേയിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇത് അത്യാവശ്യം കട്ടിയുള്ളൊരു മോൾഡ് ആയതുകൊണ്ട് ട്രേ ഇല്ലാതെ തന്നെ സാധാരണ ട്രേയിൽ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ബാറ്റർ ഞാനൊരു ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം കപ്പ് കേക്കിൻ്റെ മോൾഡിലേക്ക് ഒരു 1/4 ഭാഗത്തോളം ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. കപ്പ് കേക്ക് തയ്യാറാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ബട്ടർ ഐസിങ്ങിൻ്റെ ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ബാറ്റർ നിറച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നില്ല. എല്ലാ മോൾഡിലേക്കും ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ 165 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ബേക്ക് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പ് കേക്കൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റും അതുപോലെ നല്ല സ്പോഞ്ചിയും ആയിട്ടുള്ള ഒരു കപ്പ് കേക്കാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റുമല്ലോ എത്ര സോഫ്റ്റ് ആണെന്ന്. ഇനി നമുക്ക് ഇതിൻ്റെ മീതേക്ക് ഒരു ബട്ടർ ഐസിങ്ങിൽ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു ബാപ്റ്റിസത്തിൻ്റെ ഓർഡറാണ്. അതുകൊണ്ട് കസ്റ്റമറുടെ ആവശ്യപ്രകാരം ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലാണ് ഈ ഒരു കപ്പ് കേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുകളിൽ സിമ്പിളായിട്ട് വൈറ്റ് ബട്ടർ ഐസിങ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു ബാറ്ററിൻ്റെ അളവ് വെച്ചിട്ട് ഏകദേശം 25 കപ്പ് കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളൊരു ഹോം ബേക്കർ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഓർഡറൊക്കെ വരുമ്പോൾ കപ്പ് കേക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബട്ടർ ഐസിങ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് കുറച്ചും കൂടി നല്ലത്. കാരണം ഇത് കുറേ നേരം പുറത്തൊക്കെ ഇരിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ബട്ടർ ഐസിങ് ആണ് കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഈ ഒരു വീഡിയോ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഹോം ബേക്കേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ധൈര്യമായിട്ട് കപ്പ് കേക്കിൻ്റെ ഓർഡറൊക്കെ ഏറ്റെടുത്തോളൂ. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ എല്ലാവരും നല്ല അഭിപ്രായമേ പറയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ. താങ്ക്